ഇപ്പൊ ലിവിയ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഈ നാരായണദാസ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ഏജ്ഡ് ആണ്. ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഷുഗർ ഡാഡി ലെവലായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന റിലേഷൻ. ചേച്ചി അത് പലരോടും പറഞ്ഞു നടന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ നാരായണദാസിനെ എനിക്ക് അറിയില്ലല്ലോ. അതാണ് അവിടെ ചേച്ചി പറഞ്ഞായിരുന്നു, പുള്ളിയെ അറിയില്ല, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അറിയില്ല, കുറിച്ച് അറിയില്ല. അതായത് ഇവളുടെ ജീവിതം അങ്ങനെ, നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോ ഇവൾക്ക് ഭയങ്കര, ഇവര് പറഞ്ഞെങ്കിൽ സാധാരണ ഫാമിലിയാണ്. അപ്പൻ കൂലി ജോലിയാണ്, അമ്മ ഡെയിലി വേജസിന് പഞ്ചായത്തിൽ എവിടെയോ പോണ്. പിന്നെ കാരണം വീട് സ്വന്തമായിട്ടുണ്ട്, കുറച്ച് സ്ഥലം എന്തോ ഉണ്ട്, അല്ലാണ്ട് ചെറിയ വീടാണ്, അല്ലാണ്ട് വലിയ പൈസ അതൊന്നും അല്ല. അപ്പൊ ഈ സാധാരണ വീട്ടുകാർ ഇവളുടെ ജീവിതം ബാംഗ്ലൂരിലാണ് പഠിക്കണ ഞങ്ങളോട് പറഞ്ഞ. ഈ പഠിക്കണ പെണ്ണ് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിലാണ് പോയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോ വീട്ടിൽ കുറെ ഫർണിച്ചറും ടിവിയും, വലിയ TV, വലിയ വാഷിംഗ് മെഷീന്, കട്ടില്, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായി. കുറച്ച് പെട്ടെന്നൊരു മാറ്റം, നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. അതിന്റെ മുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോ ഈ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ പോയപ്പോ ചോദിച്ചത് എവിടുന്നാന്ന് ചോദിച്ചപ്പോ അവള് ബാംഗ്ലൂരിൽ നിന്ന് പഠിപ്പ് നിർത്തി, അപ്പൊ റൂം വെക്കേറ്റ് ചെയ്തപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മരുമോളോട് ചോദിച്ചു, ഇപ്പൊ പഠിക്കാൻ വിട്ട് നമ്മള് ഇത്ര സാധനങ്ങളും കൊടുത്തു വിടൂലല്ലോ. അപ്പൊ എന്റെ മോളെയൊക്കെ ഞാൻ പഠിക്കാൻ വിട്ടേ ആരുടെ ആണെങ്കിലും നമ്മളെവിടെ ഹോസ്റ്റലിലോ എവിടെയെങ്കിലും നിർത്തും, അല്ലാണ്ട് ഈ കട്ടിലും ടിവിയും ഫ്രിഡ്ജും ഇതൊന്നും കൊടുത്തു വിടൂലല്ലോ. അപ്പൊ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് എന്താണ് അവിടെ, എന്താണ് പഠിക്കുകയാണ് എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവളെ ആരോ സ്പോൺസർ ചെയ്യാനായിട്ട് ഏതോ ഒരു വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരൊന്നും നമുക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. സ്പോൺസർ അവളെ ചെയ്യുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ള അവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ടാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പേപ്പറിൽ ന്യൂസിലൊക്കെ വരുന്നത് മാനേജ്മെന്റ് എന്തോ പഠിക്കാനാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കണ മാനേജ്മെന്റ് പഠിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളത് മോഡലിംഗ് ആണ്. അപ്പൊ നാരായണദാസിനെ